ഹേ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഒരു ഒരു കസിൻ്റെ ആണ്, ക്ലോസ് കസിനാണ്. അപ്പം ഞങ്ങൾ ഹൽദിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫുൾ ബിസിയിലായിരുന്നു. അപ്പോൾ പറ്റിയില്ല, അതുകൊണ്ടാണ് കല്യാണത്തിനെടുത്തത്. അപ്പോൾ ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ വല്യച്ഛൻ്റെ മോളുടെ കല്യാണം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടെന്നറിയാം. നമ്മൾ വരുമ്പോൾ കാണിച്ചത്. അപ്പോൾ അവർ ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു കെട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നല്ല ഞാൻ കണ്ടിട്ടുള്ളത് ഗൈസ്. എന്താണ് കൂടെ പറയാനുള്ള കല്യാണത്തിനെ കുറിച്ച്? കല്യാണത്തിന് നമ്മൾ ആഘോഷിക്കാൻ വന്നിട്ടുള്ളത്, ഫുഡ് അടിക്കാൻ മാത്രം. നമുക്ക് ഇനി അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇനി കുറച്ച് നിമിഷം കൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ ഗ്രൂം ബ്രൈഡും ഇപ്പോൾ വരും. അപ്പോൾ അവരെ അമ്മച്ചനൊക്കെ എത്തിയിട്ടുണ്ട്. ബ്രൈഡിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ബ്രൈഡിൻ്റെ പേരാണ് കാവ്യ എന്നാണ്. നിതിൻ എന്നാണ് ഗ്രൂമിൻ്റെ പേര്. സേവ് ദ ഡേറ്റിൻ്റെ ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. ശാന്തി പാലസ് ഞാൻ കാണിച്ചു തരാം. രണ്ടുപേരും ജർമ്മനിയിലാണ്. നമ്മളടുത്തൊരു കസിനാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ എത്തിയത്. അവരെത്തിയിട്ടില്ലായിട്ടും നമ്മൾ വെയിറ്റിംഗ് ആണ്. നമുക്ക് അവർ വന്നു കഴിഞ്ഞാൽ കണ്ടുതരാം. അപ്പോൾ അവർ ഗുരുവായൂർ ഇന്നലെ വൈകുന്നേരം പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഓരോ ഗസ്റ്റുകൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര നമ്മളിങ്ങനെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. കാവ്യയുടെ കല്യാണം ഞങ്ങൾ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുന്നു. കാവ്യനെ കണ്ടിട്ടാണ് ഞങ്ങൾ ഒരു കൊല്ലമായി. അതായത് ആള് ജർമ്മനിയിലായിരുന്നു. ചേട്ടനും ജർമ്മനിയിലാണ്. ഇതുവരെയായിട്ട് ഞാൻ കല്യാണ ചെക്കനെ ഇതുവരെയായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. ഇതൊന്നും അറിയാണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടാപ്പൻ. വായ നോക്കി നിൽക്കാണ്. ഇതിലെ 2-3 പെണ്ണുങ്ങൾ പോയപ്പോൾ വായ നോക്കി നിൽക്കുകയായിരുന്നു. ആണ് ഗായ്സ്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. നമുക്ക് ആ സെക്യൂരിറ്റി എടുത്ത് ചോദിക്കാം, ശാന്തി പാലസ് എങ്ങനെയാണ്, ഗുഡാണോ എന്നൊക്കെ ചോദിക്കാം. ശാന്തി പാലസ് എങ്ങനെയാണ്? അടിപൊളിയാണ്. വേറെ എന്തെങ്കിലും പറയണ്ട? എന്ത് ചേട്ടൻ്റെ പേരെന്താ? സാദ്. ചേട്ടൻ്റെ ഞങ്ങൾ ചേട്ടനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടുണ്ട്. പറയുമ്പോൾ ഇതെന്തുണ്ടാവും ഇപ്പോൾ? അധികം ക്ലിയർ
ഗായ്സ് ഇപ്പോൾ ജ്യൂസ് കുടിക്കാൻ പോകുന്നു. ഗായ്സ് അവിടെ ഇതാണ് സ്പീക്കറിൽ പാട്ട് വെച്ചിരിക്കുകയാണ്. കുഞ്ഞ ഏതോ ജ്യൂസ് കുടിക്കാം. അപ്പൊ മിന്റ് കുടിക്കാം. ഞങ്ങൾ രണ്ടാമത്തെ വട്ടം കുടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോയി കുടിക്കാമല്ലോ. അല്ല ഗായ്സ്, ഇതാണ് നമ്മുടെ ജർമ്മനിയിലുണ്ടായിരുന്ന കാവ്യൻ്റെയും നിതിൻ ചേട്ടനും. സേവ് ദ ഡേറ്റ്. ടേസ്റ്റ് ഉണ്ടോ? ഏതത് ഏതാ ഏതാ ഫ്ലവർ? വാട്ടർമെലൺ. എന്നിട്ട് ഏത് ഫ്ലവർ? വാട്ടർമെലൺ. വാട്ടർമെലൺ നല്ല ടേസ്റ്റ്. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ മിന്റ് ആയിട്ട് എടുത്തത്. വാട്ടർമെലൺ എങ്ങനെയുണ്ട്? വാട്ടർമെലൺ പൊളി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മിന്റ് സൂപ്പറായിട്ട്. കാച്ചോടെ ഞാൻ പൊളി പോയി. ഓക്കെ. ഇപ്പോൾ ഗായ്സ്, ഇത് നമ്മുടെ ഗ്രൂമിൻ്റെ വീട്ടുകാരാണ്. ഈ ട്രാവലറും അവര് നമ്മളെ തോട്ടുങ്കല്ലാണ്. എവിടെ നമ്മുടെ പാർക്കിങ്ങിലാന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, ഇത് എന്താണെന്നറിയില്ല. ഇത് ഞങ്ങൾ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ്. ഗായ്സ്, ഇതാണ് നമ്മുടെ ഗ്രൂം റൈഡ്. ചെക്കൻ്റെ നിങ്ങൾക്ക് ഞാൻ സദ്യയാക്കി നടത്തി പോവാം. പപ്പട വരട്ടെ. പാലട, വെള്ളം, രസം, മോര് എല്ലാം കഴിക്കുമോ? എല്ലാം കഴിച്ചിട്ട് എൻ്റെ മതി. ഗായ്സ്, നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇഞ്ചമുളി അച്ചാറ്, അച്ചടി സംഭവം, മീൻ കറി, പൈനാപ്പിൾ കറി, നമ്മുടെ ഈ എന്തോ ഇത് മറ്റേ പട്ടാണി ഉരുളക്കിഴങ്ങ് സംഭവം, ഗ്രേവി, പിന്നെ ചാട്ടില്ലേ എന്തെങ്കിലും അവിടെ ചാട്ടില്ലേ, അതേപോലെ കപ്പലണ്ടിയും പപ്പടമൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ശർക്കരപ്പേരി, പപ്പടം, ചോറ്, സാമ്പാർ. നമുക്ക് ഇതുവരെയായിട്ടും പായസം കിട്ടിയിട്ടില്ല. കിച്ചു ചേട്ടാ സ്റ്റേജ് ഇപ്പം നമുക്ക് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയി കിട്ടിയത്. അവർ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നമുക്കൊന്ന് നല്ല ഡെക്കറേഷനാണ്. അല്ല, ഈ മോൾ ഭാഗം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിൽ ഒറിജിനൽ മുല്ലുണ്ട്. അടിയിലൊക്കെ കുറേ അടിപൊളിയുണ്ട് എന്തായാലും. ആ താമര ഡിസൈനൊക്കെ നല്ല. പിന്നെ നമ്മുടെ സെന്ററിലുള്ള താമര അതൊരു വലിയതാണ്. കണ്ട ഒരു സ്റ്റേജ്. ഒരു ഹായ് പറ. ചേച്ചി ഒരു ഹായ് പറ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ചെക്കനും പെട്ട് പോയപ്പോൾ ഞങ്ങൾ സ്റ്റേജ് മുഴക്കം നിന്ന് ഒന്ന് ചെയ്തു. താലത്തിൽ കുറച്ച് റോസും മറ്റേ സംഭവമൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ഇപ്പോഴാണ് ഇവർക്ക് സെർച്ച് ചെയ്യാൻ നേരം കിട്ടിയത്. അതുകൊണ്ട് ഇവര് സെർച്ച് ചെയ്തോണ്ടിരിക്കണം എന്തൊക്കെ ഉണ്ട് ഇവിടെ. പൊന്നുട്ടൻ്റെ കല്യാണത്തിന് ഇതുപോലെ ചെയ്യണമെന്നാണ് ആഗ്രഹം, അല്ലേ? ചേച്ചി, എങ്ങനെയുണ്ട് ഡെക്കറേഷൻ? ഞാൻ എടുത്തുതരാം. എങ്ങനെയുണ്ട് ഡെക്കറേഷൻ? പൊളിയാണ്. എങ്ങനെയുണ്ട് ഡെക്കറേഷൻ? അതുണ്ട്. എങ്ങനെയുണ്ട്? ഹെവികളൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചു. ഹെവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെവിയാണ്. ഹെവി നമ്മുടെ ശാന്തി പാലസ് തന്നെ ചെയ്തതാട്ടെ സംഭവം. മുന്നിട്ട് എങ്ങനെയുണ്ട് ഡെക്കറേഷൻ? സെറ്റാണല്ലേ? ഓക്കെ, കണ്ട ഇവരിവിടെ കളിച്ചോണ്ടിരിക്കണം ഗൈസ്. ഇവർക്ക് ഇപ്പോഴാണ് നേരം കിട്ടിയത്. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് ബിസിയാണ്. പിന്നെ ഇവിടെ ഒന്നും അധികം ആൾക്കാരില്ല. അതുകൊണ്ട് ഇവര് ഇപ്പൊ കയറിയിരിക്കേണ്ടത് സെർച്ച് ചെയ്യാൻ, അല്ലേ? ഈ സാധനം ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഇതിന്റെ ഉള്ളിലെ സ്പഞ്ച് ഗൈസ് ഇവിടെ ഒരു സാറ്റിസ്ഫൈ
സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു സംഭവം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ഷൂട്ടിംഗ് ആണ്. അവരവിടെ കുറേ നേരമായി പോസ്റ്റ് അടിച്ചാൽ വെയിലത്തിക്കണം. തൂമ്പ് കരയോ കരയില്ലേ നമുക്കറിയാം. കുറേ വട്ടമായിട്ട് ഈ ടേക്ക് തന്നെ എടുക്കണേ. കുറേ ക്യാമറമാൻ ഉണ്ട്. ഗായ്സ്. അപ്പം ഞങ്ങളിപ്പോൾ പോവാൻ നിൽക്കുകയാണ്. കവേരിയൊക്കെ പോവാൻ നിൽക്കുകയാണ്. പറയാം നമുക്ക് എന്താ അല്ലേ ഗായ്സ്. പോവാൻ നിൽക്കുകയാണ് കേട്ടാ. അളിയിലല്ലോ നിന്നല്ലോ കാവിനെ കാവിക്ക് കുറഞ്ഞു കൊടുക്കുക. ആ കാവിക്ക് അതെനിക്ക് കരയാൻ വേണ്ടിട്ട് കരയാൻ പറയുന്നു. ഇത് യൂട്യൂബിലോട്ടാ കാവ്യ ബേബി ബേബി കരുതൊക്കെ യൂട്യൂബിലോട്ടാ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം കഴിഞ്ഞു. നമുക്കിനി പിടിക്കാം.